എൻ്റെ നമസ്കാരം. ഇതിനു മുൻപുള്ള എൻ്റെ 2 വീഡിയോയും ഇത്രമാത്രം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇതിക്ക് മുമ്പുള്ള വീഡിയോയിൽ എനിക്ക് കൂടുതലും വന്ന കമൻറ്റിൽ ചുരി ബോട്ടം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിരുന്നു എല്ലാവരും തന്നെ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ ചുരി ബോട്ടം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന എൻ്റെ വീഡിയോ അംബ്രല്ല കട്ടിങ് ബേബി ഫ്രോക്കാണ്. അത് അംബ്രല്ല കട്ടിങ് ബേബി ഫ്രോക്കാണ് എൻ്റെ അടുത്ത നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും കാണാവുന്നതാണ്. നമുക്കിനി ചുരി ബോട്ടം കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തിയറി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചുരി ബോട്ടത്തിൻ്റെ തിയറി. ഞാനിപ്പോൾ ഇവിടെ ഒരു ചുരി ബോട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു വരച്ചും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തിയറി ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് വി പോർഷനാണ്. ഇത് സീറ്റാണ്. സീറ്റ് എന്ന് പറയുമ്പോൾ ചുരിദാറിൽ ഇത്രയും ഭാഗമാണ് സീറ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് സീറ്റ്. ഇനി വരുന്നത് താഴത്തേക്കുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് അളവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 01 എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്ത്, അതായത് പാൻറ്റിൻ്റെ ഈ ഇവിടെ മുതൽ താഴെ വരെ. അപ്പോൾ നമ്മൾ പാൻറ്റിൽ അളവെടുക്കുമ്പോൾ ഇവിടെ മുതൽ ഏറ്റവും താഴെ വരെയുള്ള അളവാണ്, പാൻറ്റിൻ്റെ ഏറ്റവും താഴെ വരെയുള്ള അളവാണ് ഞാൻ ഈ തിയറിയിൽ 01 ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. 01 ഫുൾ ലെങ്ത്ത്. ഇനി നെക്സ്റ്റ് വരുന്നത് 02 സീറ്റ് ലെങ്ത്ത്. സീറ്റ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് സീറ്റ് ലെങ്ത്ത്. ഇനി നെക്സ്റ്റ് 3-1 നമ്മൾ സീറ്റ് സെപ്പറേറ്റ് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗമാണ് ഈ 3-1 എന്ന് പറയുന്നത്. ഈ 3-1 നമ്മൾ കണക്കാക്കുന്നത് ഫുൾ ലെങ്ത്തിൽ നിന്ന് ഈ സീറ്റ് ലെങ്ത്ത് മൈനസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ 3-1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത് മൈനസ് സീറ്റ് ലെങ്ത് പ്ലസ് അതിനെ കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടി തുണി കൂടുതൽ എടുക്കും. ഉള്ളിൽ തുണി അടിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മളത് 1.5 ഇഞ്ച് കൂടുതലെടുക്കും. നെക്സ്റ്റ് വരുന്നത് 1/4 എന്ന് പറയുന്നത് നമ്മൾ പാൻറ്റിൻ്റെ താഴത്തെ വീതിയാണ്. കാലിൻ്റെ താഴത്തെ വീതിയാണ് 1/4 എന്ന് പറയുന്നത്. ഈ വീതിയാണ് 1/4. ഇനി നെക്സ്റ്റ് 5-6, അതുപോലെ 3-7. 5-6-3-7 ഇത് തുടയുടെ വണ്ണമാണ്. തുടയുടെ വണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ ഈ ഭാഗത്തെ വണ്ണം, പാൻറ്റ് നിവർത്തിയിടാം, എന്നിട്ട് ഈ ഭാഗത്തെ വണ്ണമാണ് ഇതിൽ 5-6-3-7 എന്ന് പറയുന്നത്. ഈ വണ്ണമാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വണ്ണമാണ് തുടവണ്ണം. ഇനി അതിനെ കൂടി നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കും. അത് അടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുത്തത്. ഇനി 7-6 അത് ജോയിൻ ഭാഗമാണ്. 7-6 എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് 7-6. അത് ചുരിദാറിൽ ഈ ഭാഗമാണ് 7-6. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവാണ് 7-6 ജോയിൻ ഭാഗം. ഈ നെക്സ്റ്റ് നമ്മൾ സീറ്റ് കട്ടിങ്ങിലേക്ക് ഈ ഭാഗം നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അതാണ് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് സീറ്റ് കട്ടിങ് എന്ന് എഴുതിയിരിക്കുന്നത്. 02 സീറ്റ് ലെങ്ത് പ്ലസ് 2 ഇഞ്ച്. ഇതാ ഈ നമ്മൾ ഈ ചുരിദാറിൽ സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് സീറ്റ് ലെങ്ത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് സീറ്റ് ലെങ്ത്. അതിനെ കൂടി നമ്മൾ 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. വള്ളി അടിച്ചു പോകാനായിട്ട് 1.5 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ച് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 08 and 29 സീറ്റ് വിഡ്ത്ത് പ്ലസ് 1 ഇഞ്ച്. അത് സീറ്റിൻ്റെ വീതി, അതിനെ കൂടി നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. ഇതാണ് 08 and 29. ഇതാണ് സീറ്റിൻ്റെ വീതി പ്ലസ് 1 ഇഞ്ച്. സീറ്റിൻ്റെ വീതി ഇവിടെ മുതൽ ഇവിടം വരെയാണ് സീറ്റിൻ്റെ വീതി. ഇനി നെക്സ്റ്റ് നമ്മൾ താഴെ നിന്ന് കാലിൻ്റെ ഷേപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചു പോവാം.
അപ്പോൾ താഴെ നിന്ന്, അതായത് പാൻറ്റിൽ ഏറ്റവും താഴെ നിന്ന് നമ്മൾ അളവെടുക്കുന്നു. അപ്പോൾ പാൻറ്റിൻ്റെ ആ ചുരുക്ക് ഭാഗം നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് താഴെ നിന്ന് ഒരു 10 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ അളക്കുക. എന്നിട്ട് അവിടുത്തെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മളിതിവിടെ എഴുതും. അങ്ങനെ അത് നമ്മൾ ചുരിദാറിൽ തുണിയിൽ കട്ട് ചെയ്ത് പോവുകയാണ്. താഴെ നിന്ന് 10 ഇഞ്ച്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 10 ഇഞ്ച്, പിന്നെ 15 ഇഞ്ചിൽ അളക്കും, 20 ഇഞ്ച്, പിന്നെ 30 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ അളന്നു പോകും. അപ്പോൾ ഇത്രയും ഇവർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ അളവെല്ലാം എഴുതി വെച്ചിട്ട് തുണിയിലേക്ക് കട്ടിങ്ങിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഈ ചുരി പോട്ടത്തിൽ നിന്ന് അളവുകൾ എഴുതാം. ഞാനിപ്പോൾ ഈ ചുരി പോട്ടത്തിൻ്റെ അളവെടുക്കുന്നതും വെട്ടുന്നതും താഴെ തറയിൽ വെച്ചിട്ടാണ്. കാര്യം എൻ്റെ അടുത്ത് വലിയ ടേബിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ തറയിൽ വെച്ച് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വീട്ടിൽ വലിയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഇത് വെട്ടാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തറയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടം നിവർത്തിയിട്ടിട്ടുണ്ട്, ഒരു ചുരി ബോട്ടം നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവെടുക്കാം. ആദ്യം വരെ നമുക്ക് ഈ തിയറി പാർട്ടിൽ നോക്കിയിട്ട് അളവെടുക്കാം. ഇവിടെ 01 ഫുൾ ലെങ്ത് എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 01. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് 01. അപ്പോൾ ഈ ഇവിടെ മുതൽ താഴെ വരെയാണ് 01. നമുക്കത് എത്രയാണെന്ന് അളക്കാം. ഫുൾ ലെങ്ത്ത് 56 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത്. നമുക്കതിനെ ഇവിടെ എഴുതി വെക്കാം. ഫുൾ ലെങ്ത്തിൻ്റെ നേരെ 56 എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് 02 സീറ്റിൻ്റെ പീസാണിത്. അപ്പോൾ തുണിയിൽ ഈ പീസാണ് സീറ്റ്. ഇത്രയും പീസാണ് ഇതിൻ്റെ സീറ്റ്. അപ്പോൾ 02 സീറ്റ് ലെങ്ത്ത്. അത് നമുക്ക് ഇപ്പോൾ 02 ഇതാണ് 02. നമുക്കിനി ഇതിൻ്റെ നീളം കൂടി എഴുതി വെക്കാം. ഇതിൻ്റെ നീളം 5.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. നമുക്കതൊരു 6 ഇഞ്ചായിട്ട് എഴുതാം. 6 ഇഞ്ചാണ് സീറ്റിൻ്റെ നീളം. അപ്പോൾ നമ്മൾ ആദ്യമേ ഫുൾ ലെങ്ത്ത് 01 ഫുൾ ലെങ്ത്ത് നമ്മൾ അളന്നു. നെക്സ്റ്റ് 02 സീറ്റ് ലെങ്ത്ത്. 02 സീറ്റ് ലെങ്ത്തും നമ്മൾ അളന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ 02 സീറ്റ് ലെങ്ത്തും നമ്മളിവിടെ എഴുതി വെച്ചു. നെക്സ്റ്റ് നമുക്ക് ഇത്രയും ഭാഗം വിട്ടിട്ട് സീറ്റ് കട്ടിങ്ങിൻ്റെ എഴുതാം. ഈ ഒരു പോർഷൻ നമുക്ക് ആദ്യം എഴുതി വെക്കാം. ഇവിടെ 02 നമ്മൾ ഓൾറെഡി ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. സീറ്റ് ലെങ്ത് പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ 6 കൂടി പ്ലസ് 2 ഇഞ്ച് വരുമ്പോൾ ഇവിടെ 8 ഇഞ്ച്, മൊത്തം 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് 08 ആൻഡ് 29 സീറ്റിൻ്റെ വീതി പ്ലസ് 1 ഇഞ്ച്. നമുക്ക് സീറ്റിൻ്റെ വീതി ഇതാണ് 08 ആൻഡ് 29 സീറ്റിൻ്റെ വീതി പ്ലസ് 1 ഇഞ്ച്. നമുക്ക് ആദ്യമേ തന്നെ ഇത് എത്രയുണ്ടെന്ന് നോക്കാം. സീറ്റിൻ്റെ വീതി 21 ഇഞ്ചാണ് സീറ്റിൻ്റെ വീതി. നമുക്കത് ഇവിടെ എഴുതാം. 21 ഇഞ്ച് പ്ലസ് 1 ഇഞ്ചും കൂടി നമുക്ക് മൊത്തം 22 ഇഞ്ച്. നമ്മൾ 1 ഇഞ്ചും കൂടി കൂട്ടി എടുത്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ സീറ്റ് ലെങ്ത് പ്ലസ് 2 ഇഞ്ച്, അപ്പോൾ 8 ഇഞ്ച്. നെക്സ്റ്റ് സീറ്റ് വീതി പ്ലസ് 1 ഇഞ്ച് 22 ഇഞ്ച്. ഈ പോർഷനാണ് സീറ്റ് വീതി. അപ്പോൾ നമ്മൾ അതും എഴുതി. അപ്പോൾ ഈ ബോട്ടത്തിൽ നമ്മൾ ഈ ഇത്രയും ഭാഗം നമ്മൾ അളന്ന് എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് ഇനി അടയാളപ്പെടുത്തേണ്ട ഭാഗം 3-1 ഫുൾ 3-1, അതായത് ഈ ഗ്രാഫിൽ 3-1. ഈ 3-1ൻ്റെ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ സീറ്റുമായിട്ട് യാതൊരു ബന്ധവും വന്നില്ല. അതാണ് ഞാനിവിടെ വരച്ചപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ
വേറെ സെപ്പറേറ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഒരു സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചുരിദാറിൽ അളവെടുക്കുമ്പോൾ ഇത്രയും ഭാഗത്തെ അളവ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ പീസും ഈ പീസും ഇതിൻ്റെ അരഭാഗം മാത്രമേ നമ്മൾ അളവ് എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അളവെടുക്കുമ്പോൾ ഇത്രയും ഭാഗത്തെ മാത്രം അളവാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു പീസിൻ്റെ അളവ് ഞാൻ എടുക്കുന്നില്ല. ഇത്രയും ഭാഗത്തെ മാത്രം അളവ് ഇനി ഇതിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 3-1 എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് മൈനസ് സീറ്റ് ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്, മൈനസ് സീറ്റ് ലെങ്ത് 6 ഇഞ്ച് ഈസ് ഈക്വൽ ടു 50 ഇഞ്ച് പ്ലസ് ഇതിനെ കൂടി നമ്മൾ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ മൊത്തം 51.5 ഇഞ്ചാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ ഈ 3-1 എന്ന് പറയുന്ന പോർഷൻ ഈ ചുരിദാറിൽ ഇതാണ് 3-1. ഇതാണ് 3-1. ഇതിൻ്റെ നീളമാണ് ഞാനിപ്പോൾ ഇവിടെ അളന്ന് എഴുതിയിട്ടുള്ളത്. ഫുൾ ലെങ്ത് മൈനസ് സീറ്റ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച്. അപ്പോൾ 56 മൈനസ് 6 ഇസ് ഈക്വൽ ടു 50 പ്ലസ് 1.5 ഇഞ്ചും കൂടി നമ്മൾ അഡീഷണൽ ചെയ്തപ്പോൾ 51.5 ഇഞ്ച്. നമുക്കിനി ഇതിൽ ഇത് 51.5 ഇഞ്ച് ഉണ്ടോ എന്നും കൂടി ഒന്ന് നോക്കാം. ഏതായാലും ഇവിടെ 3-1 കണ്ടുപിടിച്ചു. 56 മൈനസ് 6 50 ഇഞ്ചെന്ന്. നമുക്കത് ഇവിടെ ഈ ഭാഗം മുതൽ ഈ താഴത്തെ ഭാഗം വരെ ഇത് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിവിടെ അളന്നിട്ടുണ്ട്. ഇനി താഴത്തേക്ക് തുണി എത്രയാണെന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് 50 ഇഞ്ച്. ഓക്കെ, അപ്പോൾ 3-1 ഭാഗം 50 ഇഞ്ച് പ്ലസ് അതിന് കൂടി നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ 1.5 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 1/4, അതായത് താഴെ 1/4 കാലിൻ്റെ താഴത്തെ ഭാഗത്തെ വീതി പ്ലസ് അതിനെ കൂടി നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. തുണി എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുണി വിടർത്തി ഇടണം. ക്രോസ് ആയിട്ടാണ് നമ്മൾ ചുരി ബോട്ടം കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണി ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അപ്പോൾ ഈ തുണി നിവർത്തിയിട്ടിട്ട് വേണം ഇതിൻ്റെ താഴത്തെ അളവെടുക്കാനായിട്ട്. സാധാരണ തുണി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിതിൻ്റെ അളവ് തെറ്റിപ്പോവും. തുണി വിടർത്തിയിട്ടിട്ട് വേണം താഴത്തെ അളവെടുക്കാനായിട്ട്. ഇതിൻ്റെ താഴത്തെ അളവ് 5 ഇഞ്ചാണ് ഇതിൻ്റെ താഴത്തെ അളവ്. ഇനി അതിനെ കൂടി നമ്മൾ 1 ഇഞ്ചും കൂടി കൂട്ടി എഴുതുക. അപ്പോൾ 6 ഇഞ്ച്. 6 ഇഞ്ച് നമ്മളിവിടെ എഴുതി. ഇനി നെക്സ്റ്റ് 5, 6 and 3, 7, അതായത് 5, 6 and 3, 7 തുടവണ്ണം പ്ലസ് 1 ഇഞ്ച്. തുടവണ്ണം നമ്മൾ കണക്കാക്കുന്നത് ഈ ഭാഗമാണ് തുടവണ്ണം. അതായത് 3, 7 and 5, 6 അതാണ് ഞാൻ ഈ ഗ്രാഫിൽ എഴുതിയിട്ടുള്ളത്. 3, 7 and 5, 6 തുടവണ്ണം. ഇത് രണ്ട് അളവും സെയിം ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കരുതും ഇവിടെ കുറവും ഇവിടെ കൂടുതലുമാണെന്ന്. ഇത് നമ്മൾ ചുരുക്കിട്ട് പോകുമ്പോൾ ഇവിടെ തുണി കുറയുകയും ഈ താഴത്തെ വണ്ണം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ചുരുക്കിടുമ്പോൾ മുകളിലത്തെ തുണിയുടെ വീതി കുറയുകയും താഴെ ലെവൽ ചെയ്ത് കിട്ടും. അപ്പോൾ എപ്പോഴും അളവെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് അളവെടുക്കണം. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ ചുരുക്കിട്ടപ്പോൾ ഇവിടുത്തെ തുണിയുടെ വീതി കുറഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് ഈ തുണി ഇങ്ങനെ നന്നായിട്ട് വിടർത്തിയിട്ടിട്ട് വേണം ഇതിൻ്റെ വണ്ണം എടുക്കാൻ. ഇങ്ങനെ വണ്ണം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് വണ്ണം കിട്ടില്ല. ഈ ചുരുക്കും കൂടിയുള്ള കൊണ്ട് കറക്റ്റ് വണ്ണം കിട്ടില്ല. അപ്പോൾ തുണി വിടർത്തിയിടുക. എന്നിട്ട് വേണം തുടവണ്ണത്തിൻ്റെ അളവെടുക്കാൻ. ക്രോസ് ആയതുകൊണ്ട് തുണി അല്പം പിരിഞ്ഞിരിക്കും, അത് സാരമില്ല. ഇവിടുത്തെ വണ്ണം കറക്റ്റ് വണ്ണം 14 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം. അതിന് കൂടി 1 ഇഞ്ചും കൂടി കൂട്ടി എഴുതുക. അപ്പോൾ മൊത്തം 15 ഇഞ്ച്. ഇനി നെക്സ്റ്റ് 7, 6 ജോയിൻറ്റ് ഭാഗം, അതായത് 7, 6. ഈ 7, 6 ഈ തുണിയിൽ വരുന്നത് ഈ വെട്ടാണ് 7, 6. 7, 6 ഇത് എത്രയാണെന്ന് നമുക്ക് അളന്ന് നോക്കാം. ഇത് 7.5 ഇഞ്ചാണ്. നമുക്ക് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഇവിടെ ഇതിനെ കൂടി നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടി നമുക്കൊരു 8 ഇഞ്ച് എഴുതാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ അളവും നമുക്കിവിടെ കിട്ടി. ഫുൾ ലെങ്ത്ത്, സീറ്റ് ലെങ്ത്ത്,
പിന്നെ 3-1 കാൽക്കുലേറ്റ് നമ്മൾ ചെയ്തു. പിന്നെ 1-4 എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടി. അതുപോലെ സീറ്റ് കട്ടിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് താഴെ നിന്ന് കാലിൻ്റെ ഷേപ്പ്. അത് നമ്മൾ എടുക്കുന്നത് ചുരിദാർ ഈ ചുരിബോട്ടത്തിൻ്റെ താഴത്തെ ഭാഗം നിവർത്തിയിടുക. ഇത് ഇത്ര പെട്ടെന്ന് നിവർന്ന് കിട്ടില്ല, ക്രോസായി ചുരുങ്ങിയിരിക്കണോണ്ട് നിവർന്ന് കിട്ടില്ല. നമുക്കത് അളവെടുക്കുമ്പോൾ ഇങ്ങനെ വിടർത്തിയിട്ട് അതിൻ്റെ അളവെടുത്താൽ മതി. താഴെ നിന്ന് 10 ഇഞ്ച്, അതായത് ടേപ്പ് എടുക്കുക, താഴെ നിന്ന് 10 ഇഞ്ച് ഇവിടെ ഒരു ചെറിയ ഡോട്ട് ഇടാം. ഇതാണ് താഴെ നിന്ന് 10 ഇഞ്ച്. താഴെ നിന്ന് നമ്മൾ 10 ഇഞ്ച് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് കയറ്റിയെടുക്കുക. കാര്യം അടിയിൽ അടിച്ചു പോകാനുള്ള തുണി നമ്മൾ നല്ല തുണിയിലാണ് അടിച്ചു പോകാൻ തുണി ഇടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കയറ്റിയെടുക്കുക, 1 ഇഞ്ച് കയറ്റിയെടുക്കുക. തുണി മറ്റേ തുണിയിൽ വെട്ടുമ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ നിന്ന് 10 ഇഞ്ചിൽ എടുക്കാം. അവിടെ ഞാനൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല തുണിയിൽ നമ്മൾ എടുക്കുമ്പോൾ 1 ഇഞ്ചും കൂടി ഇറക്കി വെച്ചിട്ട് വേണം നല്ല തുണിയിൽ വെട്ടുമ്പോൾ എടുക്കാൻ. ഇതിപ്പോൾ കറക്റ്റ് അളവായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ 10 ഇഞ്ചിൽ വെച്ച് അളക്കാം. 10 ഇഞ്ചിൽ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. താഴെ നിന്ന് കാലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 10 ഇഞ്ചിൽ എത്രയാണ് ഇതിൻ്റെ വണ്ണമെന്ന് നോക്കാം. ഇവിടെ അപ്പോൾ തുണി ഇങ്ങനെ വിടർത്തിയിടാം. എന്നിട്ട് അതിൻ്റെ വണ്ണം എഴുതാം. നാലേ മുക്കാലിലാണ് ഇതിൻ്റെ അളവ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 10 ഇഞ്ചിൽ 4.25 ഇഞ്ചെന്ന് എഴുതാം. ഇത് നീളവും ഇത് വണ്ണവുമാണ്. ഇനി നെക്സ്റ്റ് 15 ഇഞ്ചിൽ, താഴെ നിന്ന് 15 ഇഞ്ചിൽ എത്രയാണെന്ന് നമുക്ക് അളക്കാം. ഇവിടെ നിന്ന് 15 ഇഞ്ച് ഇവിടെ ഒരു ഡോട്ട് ഇടാം. എന്നിട്ട് ആ ഭാഗത്തെ തുണി വിടർത്തി വെക്കാം. ഇവിടെ 5 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം. അപ്പോൾ 15 ഇഞ്ചിൽ 5 ഇഞ്ച് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ നമുക്കിനി 20 ഇഞ്ചിലും 30 ഇഞ്ചിലും വണ്ണം അടയാളപ്പെടുത്താം. ഇനി നെക്സ്റ്റ് 20 ഇഞ്ച്. 20 ഇഞ്ചിൽ ഞാനൊരു കുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പാൻറ്റിൻ്റെ ഇവിടുത്തെ വണ്ണവും നമുക്ക് എഴുതാം. ഇതായിരുന്നു ആ ഡോട്ട്. അപ്പോൾ ഇവിടുത്തെ വണ്ണം 5.5 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം. അത് നമുക്കിവിടെ എഴുതാം, 5.5 ഇഞ്ച്. ഇനി നെക്സ്റ്റ് 30 ഇഞ്ചിൽ പാൻറ്റ് നിവർത്തിയിടുക. എന്നിട്ട് 30 ഇഞ്ചിൽ താഴെ നിന്ന് 30 ഇഞ്ച്. 30 ഇഞ്ച് ഇതാണ് 30 ഇഞ്ചിൻ്റെ ഡോട്ട്. നമുക്കിനി ഇതിൻ്റെ വണ്ണം എത്രയാണെന്നും കൂടി എഴുതാം. മുപ്പത് ഇഞ്ചിൽ 6.5 30 ഇഞ്ചിലെ കാലിൻ്റെ വണ്ണം. നമുക്ക് ഈ ഇഞ്ചിനെ കൂടി എല്ലാത്തിനെ കൂടി പ്ലസ് 1 ഇഞ്ചും കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്യാനുണ്ട്. ഈ 10 ഇഞ്ചിൽ 4.25 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്, അതുപോലെ 5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച്, എല്ലാത്തിനെ കൂടി 1 ഇഞ്ച് കൂട്ടി തുണിയിൽ നമ്മൾ വെട്ടുമ്പോൾ കൂട്ടിയിടണം. ഇനി നെക്സ്റ്റ് നമ്മൾ തുണിയിലേക്ക് നേരെ കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാ അളവുകളും നമ്മൾ ഇതിൽ ഇപ്പോൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ചുരി ബോട്ടത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നേരെ തുണി എടുത്തിട്ട് നമുക്ക് മടക്കി ഇതിൽ അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. ആദ്യമേ തന്നെ തുണി ഞാൻ നിവർത്തി കാണിക്കുകയാണ്. തുണി നിവർത്തിയിട്ടു ആദ്യമേ തന്നെ. എന്നിട്ട് തുണിയുടെ ഈ 2 അറ്റം തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷം തുണി നേരെ ക്രോസ് ആയിട്ട്
മടക്കി അതേ അളവിൽ നേരെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് തുണി ലെവൽ ചെയ്ത് വെക്കാം. ഇതാണ് ചുരി ബോട്ടം കട്ടിങ്ങിന് വേണ്ടി തുണി ഇങ്ങനെയാണ് നമ്മൾ തുണി ഇടുന്നത്. അപ്പോൾ ഞാൻ തുണി ക്രോസ് ആക്കി മടക്കി വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഈ ചുരി ബോട്ടം കട്ടിങ്ങിൻ്റെ തിയറി അനുസരിച്ച് തുണിയിൽ ശരിക്കും രേഖകളൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഞാൻ ഈ 3-1 എന്ന പോർഷനാണ് ആദ്യമേ അളക്കാൻ പോകുന്നത്. ഇവിടെ 3-1 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഫുൾ ലെങ്ത് മൈനസ് സീറ്റ് ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച്, ദാറ്റ് ഈസ് 51.5 ഇഞ്ചായിട്ട് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഈ പീസിൽ 51.5 ഇഞ്ച് ഉണ്ടാകുമോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ചുരിദാർ സെറ്റിൻ്റെ ബോട്ടം തയ്ക്കുന്നതിനുള്ള പീസാണ്. ഇപ്പോൾ തുണി ഇത്തിരി കുറവാണ്. വില കൂടിയ ചുരിദാറിന് മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ തുണി നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇതിത്തിരി വില കുറഞ്ഞ ടോപ്പിൻ്റെ പാൻറ്റ് പീസ് ആയതുകൊണ്ട് ഇതിനിപ്പോൾ തുണി ഇത്തിരി കുറവാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇവിടെ 51.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് 51.5 ഇഞ്ച്. നമുക്ക് ഇത്രയും തുണി ഇവിടെ വേണം. പക്ഷേ ഈ തുണി മറിക്കുമ്പോൾ ഇവിടെ തുണി ഇല്ല. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ സൈഡിൽ വെച്ച് കൊടുക്കും. അത് പാൻറ്റ് തയ്ച്ചു കഴിയുമ്പോൾ എന്താണെങ്കിലും നമുക്കിത് കാണില്ല. കാര്യം ചുരുക്ക് വരുമ്പോൾ അത് അതിൻ്റെ ഇടയിലിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും വൃത്തികേടായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ഈ 51.5 ഇഞ്ച് ഇവിടെ ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇപ്പോൾ 3-1 ഫുൾ ലെങ്ത് ഞാൻ 51.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് 1/4 ആണ്. അതായത് കാലിൻ്റെ താഴത്തെ വീതി പ്ലസ് 1 ഇഞ്ച്. അത് നമ്മൾ 6 ഇഞ്ചായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ 6 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് 6 ഇഞ്ച് ഇവിടെ ഉണ്ട്. നമുക്കതിവിടെ രേഖപ്പെടുത്താം 6 ഇഞ്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ കാലിൻ്റെ വണ്ണവും പിന്നെ അതുപോലെ തന്നെ ഇറക്കവും. പിന്നെ നമ്മൾ 3-1 അതുപോലെ തന്നെ 1/4 നമ്മളിതിൽ രേഖപ്പെടുത്തി. 3-1 ആൻഡ് 1/4 നമ്മളിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് 5-6 ആൻഡ് 3/4 ആണ്. അതായത് തുടവണ്ണം 5-6 ആൻഡ് 3/4. 5-6 എന്ന് പറയുന്ന ഭാഗം ഇപ്പോൾ ഈ പാൻറ്റിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് 5-6. പക്ഷേ ഇങ്ങോട്ടേക്കും തുണിയില്ല. നമ്മൾ ക്രോസ് ആയിട്ട് ചുരി ബോട്ടം കട്ട് ചെയ്യുന്നത് ക്രോസ് ആയിട്ടാണ്. ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പോർഷനിൽ തുണിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഈ സൈഡിൽ നിന്ന് തുണി കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെയും പീസ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ ഇവിടെയും കുറച്ച് പീസ് വെച്ച് കൊടുക്കണം. നമുക്കിതിൻ്റെ അളവ് രേഖപ്പെടുത്താം. 5-6 ആൻഡ് 3-7 തുടവണ്ണം പ്ലസ് 1 ഇഞ്ച്, മൊത്തം ടോട്ടൽ 15 ഇഞ്ചാണ്. നമുക്കിത് ഇനി ഈ തുണി അനക്കാണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 15 ഇഞ്ച് നേരെ ഈ 3-7 ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 15 ഇഞ്ച് ഇവിടെ നിന്ന് നേരെ 15 ഇഞ്ചിൽ ഞാൻ ഈ ടൈലിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് 15 ഇഞ്ച്. നമുക്കിതിവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പതിയെ വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ തുണി ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. അനങ്ങുകയാണെങ്കിൽ ഈ അളവ് നമുക്ക് മാറിപ്പോവും. എന്നിട്ട് നമുക്കിനി അടയാളപ്പെടുത്തേണ്ടത് 7-6 ആണ്. അപ്പോൾ ഞാനിപ്പോൾ 3-7 ആൻഡ് 5-6 ഇവിടെ രേഖപ്പെടുത്തി. ഇനി നെക്സ്റ്റ് 7-6 ആണ്. 7-6 എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് ഭാഗം പ്ലസ് 1/2 ഇഞ്ച്, ദാറ്റ് ഈസ് 8 ഇഞ്ച് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് 8 ഇഞ്ചിൽ
അടയാളപ്പെടുത്താം. ഇതാണ് 8 ഇഞ്ച്. അപ്പോൾ ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയത് 7, 6 ആണ്. അത് 8 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് നേരെ പാൻറ്റിൻ്റെ താഴത്തേക്ക് പോകാം. അപ്പോൾ ഈ തിയറിയിൽ ഇപ്പോൾ ഞാൻ 3-1 51 ഇഞ്ച് ഇവിടെ അടിവരെ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് 1-4 കാലിൻ്റെ വീതി 6 ഇഞ്ച് അടയാളപ്പെടുത്തി. നെക്സ്റ്റ് 5-6 ആൻഡ് 3-7 തുടവണ്ണം പ്ലസ് 1 ഇഞ്ച് 15 ഇഞ്ച് ഞാനിവിടെ നേരെ അടയാളപ്പെടുത്തി. നെക്സ്റ്റ് 7-6 ജോയിൻറ്റ് ഭാഗം പ്ലസ് അര ഇഞ്ച്, ദാറ്റ് ഈസ് 8 ഇഞ്ച് ഇവിടം വരെ ഞാൻ രേഖപ്പെടുത്തി. ഇതാണ് 8 ഇഞ്ച്. നമുക്കിനി ഈ വണ്ണവും കൂടി ഒന്ന് നോക്കാം. അതായത് ഈ 5-6 ഈ ഭാഗവും കൂടി നോക്കാം 15 ഇഞ്ച് ഉണ്ടോ എന്ന്. കറക്റ്റ് 15 ഇഞ്ച് ഇതും ഉണ്ട്. ഇനി നമുക്ക് നേരെ ബോട്ടത്തിൻ്റെ താഴത്തെ ഷേപ്പിലോട്ട് പോകാം. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. താഴെ നിന്ന് കാലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് 10 ഇഞ്ചിൽ 4.25 ഇഞ്ച്. ഓക്കെ, താഴെ നിന്ന് 10 ഇഞ്ചിൽ 4.25. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി 51 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് താഴെ അടിച്ചു പോകാനും അര ഇഞ്ച് മുകളിൽ നിന്ന് അടിച്ചു പോകാനും. അപ്പോൾ നമുക്കിത് 1 ഇഞ്ച് വിട്ടിട്ട് വേണം. അത് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് 10 ഇഞ്ചും 15 ഇഞ്ച് 20 ഇഞ്ച് 30 ഇഞ്ച് എന്നിങ്ങനെ ഈ 4 ഇഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ 1 ഇഞ്ച് വിട്ടിട്ട്, ഇത് അടിച്ചു പോകുന്ന ആ ഭാഗമാണിത്, അത് വിട്ടിട്ട് വേണം നമുക്ക് ഇനി ഇവിടെ അടയാളപ്പെടുത്താൻ. അപ്പോൾ ആദ്യമേ 10 ഇഞ്ചിൽ ഒരു മാർക്ക് ഞാൻ ചെയ്തു. നെക്സ്റ്റ് 15 ഇഞ്ച്. ഓക്കെ, 15 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 20 ഇഞ്ച് ഞാനിവിടെ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 30 ഇഞ്ച് ടേപ്പിൽ അതേപോലെ തന്നെ ഞാൻ 30 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ഇത് 10 ഇഞ്ച് 15 ഇഞ്ച് 20 ഇഞ്ച് ലാസ്റ്റ് 30 ഇഞ്ച് എന്നിങ്ങനെ ഞാൻ ഈ 4 മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 10 ഇഞ്ചിൽ 4.25 ഇഞ്ച് പ്ലസ് നമുക്കൊരു 1 ഇഞ്ചും കൂടി കൂട്ടി എടുക്കാം. തുണി ഉള്ളിൽ തയ്ക്കുമ്പോൾ 1 ഇഞ്ച് കൂടുതൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ 4.25 പ്ലസ് 1 ഇഞ്ച് 5.25 ഇഞ്ച് ഇവിടെ ഞാൻ കൂട്ടിയെടുത്തു. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് 15 ഇഞ്ചിൽ 5 ഇഞ്ച്. ഇത് 15 ഇഞ്ചാണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. 15 ഇഞ്ച്. ഈ 15 ഇഞ്ചിൽ 5 ഇഞ്ച് 5 പ്ലസ് 1 ഇഞ്ച് 6 ഇഞ്ച് അതും ഞാനിവിടെ രേഖപ്പെടുത്തി. നെക്സ്റ്റ് 20 ഇഞ്ചിൽ 5.5 ഇഞ്ച്. ഇതാണ് 20 മാർക്ക് ചെയ്ത 20 ഇഞ്ച്. അതിൽ 5.5 പ്ലസ് 1 ഇഞ്ചും കൂടി ആകുമ്പോൾ 6.5 ഇഞ്ച്. നെക്സ്റ്റ് അവസാനം 3 ഇഞ്ചിൽ 30 ഇഞ്ചിൽ 6.5 ഇഞ്ച്. അപ്പോൾ 6.5 പ്ലസ് 1 ഇഞ്ച് 7.5 ഇഞ്ച്. അതേപോലെ ഞാനിവിടെ 7.5 ഇഞ്ചും അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് 4 ഇവിടെയുള്ള കാലിൻ്റെ താഴത്തെ ഷേപ്പും കിട്ടി. ഇനി നമുക്കിതിങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. ഇനി താഴത്തേക്ക് ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ പോയിന്റും കൂടി കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുരി ബോട്ടം കട്ടിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോർഷനാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് തുണി വെച്ച് കൊടുക്കേണ്ടത്. ഇവിടം മുതൽ പിന്നെ ഇവിടം വരെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് ഉള്ള ഈ പോർഷനാണ് നമുക്ക് തുണി ഇവിടെ വെച്ച് കൊടുക്കണം. ഈ ഭാഗത്തു നിന്ന് തുണി കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കണം. നമുക്കിനി ഇത് കട്ട് ചെയ്ത് പോവാം. ഇനിയിപ്പോൾ തുണി അനങ്ങിയാലും പ്രശ്നമില്ല. നമ്മൾ ഈ പീസ് ഇവിടെ നിന്ന് പീസ് എടുത്തിട്ട് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതിങ്ങനെ താഴത്ത് ഇതേപോലെ വിരിച്ചിട്ടിട്ട് ഒന്നുകൂടി അളന്ന് കറക്റ്റ് വെട്ടിയെടുക്കാം. താഴത്തുനിന്ന് ഞാൻ വെട്ടുകയാണ്. ഏറ്റവും താഴെ നിന്ന് വേണം വെട്ടാൻ. ഇതാണ് 1 ഇഞ്ച് കൂടുതൽ എടുത്തിരിക്കുന്ന അളവാണിത്. നമുക്ക് ഇത് നേരെ ഇങ്ങനെ വെട്ടിപ്പോവാം.
പീസ് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചുരിബോട്ടത്തിൻ്റെ 2 കാലും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗം കൂടി ഈ ഭാഗം രണ്ടും ഇതിന്നാണ് കിടക്കുന്നത്. നമുക്കിനി ഈ ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചുരിബോട്ടത്തിൻ്റെ രണ്ട് സൈഡിലെ തുണി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും പീസ് വെച്ച് കൊടുക്കണം, അതുപോലെ തന്നെ ഇപ്പുറത്തും പീസ് വെച്ച് കൊടുക്കണം. നമുക്ക് ഇതിന് വേണ്ടിയുള്ള പീസ് ആ തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതേപോലെ തന്നെ മടക്കിയിടാം. നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് പീസ് എത്തുമെന്ന് നോക്കാം. നേരെ നമുക്ക് ഈ തുണി ഇപ്പോൾ 2 മടക്കാത്ത തുണിയുണ്ട്. നേരെ തന്നെ ഇതിങ്ങനെ ക്രോസ് ആക്കി തന്നെ ഇത് മടക്കാം. എന്നിട്ട് നമുക്കിതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അളന്ന് നോക്കാം. ഇതേപോലെ ഫുൾ തുണി കിട്ടുമോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഈ തിയറി പ്രകാരം 3/7 ഈ വണ്ണം ഈ തുണിയിൽ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. 3/7 15 ഇഞ്ചാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് അളന്ന് നോക്കാം. ഇതിപ്പോൾ 15 ഇഞ്ചിൽ കൂടുതലുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഈ പീസ് ഇതുമായിട്ട് അടിച്ചു കൊടുക്കാം. 4 പീസുണ്ട്. 1 2 3 4. ഇതിന് 2 പീസ് ഇവിടെ ഈ ഭാഗത്തും വെക്കുക, ഈ ഭാഗത്തും പിടിപ്പിക്കുക. അതുപോലെ തന്നെ അടുത്ത ബാൻഡിൽ അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 പീസ് തുണി ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ വണ്ണം കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം തുണി ഇതുമായിട്ട് വെച്ചടിക്കാൻ. ചുരിബോട്ടത്തിൻ്റെ 2 പീസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 2 പീസിൻ്റെയും ഈ 2 സൈഡിലും അതുപോലെ തന്നെ ഈ 2 സൈഡിലും വെച്ച് കൊടുക്കാൻ പോവുകയാണ്. 4 പീസ് നമ്മൾ നേരത്തെ വെട്ടിയെടുത്തായിരുന്നു. ആദ്യമേ തന്നെ ഈ ഒരു പീസിൻ്റെ ഈ ഭാഗത്ത് തുണി ഞാൻ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു തുണി ഞാനിപ്പോൾ ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും കൂടി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യമേ തന്നെ ഈ തുണി ഒന്ന് നിവർത്തിയിട്ട് നോക്കണം, ഇത് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുമെന്ന്. തുണി ഇതിപ്പോൾ അടിച്ച് കഴിയുമ്പോൾ ഈ തുണി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തുണി ആദ്യമേ തന്നെ ഞാൻ ഇതുമായിട്ട് അടിക്കുകയാണ്. 1/2 ഇഞ്ച് വിട്ടിട്ട് അടിക്കാം. ഇത്തിരി വലിയ പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്കത് വെട്ടിക്കളയാം. അല്ലെങ്കിൽ തുണി ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിൽ അത് പിന്നെ രണ്ടാമത് അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ തുണി എപ്പോഴും കുറച്ച് കൂടുതലെടുത്താലും പ്രശ്നമില്ല. ഒരു ഭാഗത്ത് തുണി അടിച്ചു, നമുക്കത് നിവർത്തി നോക്കാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് തുണി അടിക്കാം. അതിന് മുമ്പ് നമുക്ക് സംശയം ഏത് ഭാഗമാണെന്ന് സംശയം വരികയാണെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഭാഗത്താണ് ഇനി അടുത്ത തുണി പിടിപ്പിക്കേണ്ടത്. ആ ഭാഗം നമുക്കിങ്ങനെ നിവർത്തിയിടാം. അടുത്ത പീസ് എടുത്തിട്ട് അതും അവിടെ വെച്ചിട്ട് നമുക്ക് അടിക്കാം. തുണി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് തുണി വെച്ച് നോക്കാം. ഇതേ ഷേപ്പിൽ തന്നെ ഇവിടെയും തുണി വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേ ഷേപ്പിൽ തന്നെ തുണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും കൂടി അടിക്കാം.
ഇതും അതുപോലെ തന്നെ നമ്മൾ അരയിഞ്ച് നീക്കി അടിക്കുകയാണ്. നമ്മൾ ഈ തുണിയും ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് ഒന്ന് വെച്ച് നോക്കാം. രണ്ട് തുണിയും ഒരുപോലെയാണോ അടിച്ചിരിക്കുന്നതെന്ന് വെച്ച് നോക്കാം. രണ്ട് തുണിയും ഒരേപോലെ തന്നെ ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി അളന്ന് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് തുണിയും ഒരേപോലെ തന്നെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഒരേപോലെ തന്നെ ഈ രണ്ട് പീസും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് മറ്റേ പീസും അടിച്ചെടുക്കാം. പീസ് അതുപോലെ തന്നെ നമ്മൾ അടിക്കുകയാണ്. ഒരു തുണി ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ്, ഒരേപോലെ വരുന്നുണ്ടോ എന്ന് വെച്ച് നോക്കുകയാണ്. കറക്റ്റ് ലെവലിലാണ് ഇപ്പോൾ ഈ തുണി ഇരിക്കുന്നത്. ഈ നല്ല ഭാഗം തമ്മിൽ ഞാൻ കൂട്ടിയടിക്കാൻ പോവുകയാണ്. ഈ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഭാഗം, ഈ ബാക്കിയുള്ള ഈ വശത്ത് ഇതേപോലെ തുണി വെച്ച് അടിക്കാൻ വേണം. അപ്പോൾ ഈ തുണിയും ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ രണ്ട് നല്ല വശങ്ങളും തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ തുണി മറിച്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കണം. അത് ഇപ്പോൾ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവസാനം എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ നേരത്ത് നമുക്കത് അവിടെ അടിച്ചു കൊടുക്കാം. നമുക്കിനി ഈ തുണിയും ഇതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് രണ്ട് തുണിയും അടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ട് തുണിയും ഒരുപോലെ തന്നെ, അതുപോലെ തന്നെ ഇപ്പുറത്തും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് അളന്ന് ഒന്നുകൂടി വെട്ടാം. അത് കഴിയുമ്പോൾ നമുക്കിനി പാൻറ്റിൻ്റെ അടിയിലുള്ള ഭാഗം, കുറച്ച് ഭാഗം ഇവിടെ ഇല്ല, അത് നമുക്ക് സീറ്റ് പീസ് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാം. അല്ലെങ്കിൽ സീറ്റ് പീസിന് തുണി തികയില്ല. ഓക്കെ, നമുക്കിനി ഇതിവിടെ കറക്റ്റ് അളന്ന് വെട്ടാം. ഇപ്പോൾ രണ്ട് സൈഡും അടിച്ചെടുത്ത ഈ ഒരു ഭാഗത്തെ തുണി ഇങ്ങനെ നിവർത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തുടങ്ങി ഒന്ന് വെട്ടാം. ഒന്നേന്ന് മുതൽ നമുക്കൊന്ന് വെട്ടാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ 3-1, അതായത് ഈ ഇത്രയും ഭാഗം ഒന്നും കൂടി നമുക്ക് അളക്കാം. 51.5 ഇഞ്ചായിരുന്നു ഈ 3-1, അതായത് 3-1 51.5 ഇഞ്ചായിരുന്നു. ഒന്നുകൂടി നമുക്കിവിടെ 51.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇപ്പോൾ തുണിക്ക് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 51.5 ഇഞ്ച് ഈ ഭാഗത്തായിട്ട് വരും. 51.5 ഇഞ്ച് ഞാനിവിടെ 51.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചോക്ക് അളന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലും തുണിയുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെട്ടിയിട്ട് ബാക്കിയുള്ളത് വെട്ടി നമുക്ക് കളയാം. ഇപ്പോൾ 51.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് ഈ 3-7, അതായത് 3-7 തുടവണ്ണം പ്ലസ് 1 ഇഞ്ച്, അത് നമുക്ക് 15 ഇഞ്ച് അടയാളപ്പെടുത്താം. ടേപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് 15.5 ഇഞ്ച്, നമുക്ക് 15 ഇഞ്ച് കേട്ടോ, 15 ഇഞ്ച് തുടവണ്ണം പ്ലസ് 1 ഇഞ്ച് = 15 നമ്മളിവിടെ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ 15 ഇഞ്ച് അടയാളപ്പെടുത്താം.
15 ഇഞ്ച്. നമുക്കിത് നേരെ വരക്കാം. നേരെ ഞാനിപ്പോൾ ഇവിടെ വരച്ചു. ഇനി അടുത്തത് അടയാളപ്പെടുത്തേണ്ടത് 7/6 ആണ്. 7/6 8 ഇഞ്ച്. 7/6 ഈ പോർഷനാണ് 7/6. അത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച്. അത് നമുക്ക് ഇതേപോലെ നേരെ ഒരു വര വരച്ചു കൊടുക്കാം. അടയാളപ്പെടുത്തിയിട്ട് നേരെ ഞാൻ വരച്ചു. ഇതാണ് 8 ഇഞ്ച്. ഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് 7/6. അത് ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ച് വരച്ചു. ഇനി നെക്സ്റ്റ് നമുക്കിത് ഇങ്ങോട്ട് താഴത്തേക്ക് ബാക്കിയെല്ലാം നമ്മൾ ഷേപ്പ് ചെയ്താണ് വെട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇതേപോലെ ഇതിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന പോലെ ഷേപ്പ് ചെയ്ത് താഴത്തേക്ക് നമുക്ക് വെട്ടാം. അപ്പോൾ ഇവിടെയും 15 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ഈ ഭാഗമാണ് 5/6. ഇതാണ് 5/6. ഇതും 5/6 15 ഇഞ്ച് തന്നെയാണ്. നമുക്കിത് 15 ഇഞ്ച് കറക്റ്റായിട്ട് അളന്ന് കറക്റ്റ് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നും ഇതേപോലെ താഴേക്ക് ഷേപ്പ് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്യാം. കത്രികയ്ക്കിത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മളിനി പൊക്കത്തെ ഭാഗം കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഒരു പീസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇത് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു പീസും കൂടി നമുക്ക് അഡീഷണലായിട്ട് വെച്ച് കൊടുക്കണം. ഇത്രയും പീസാണ് നമ്മൾ അഡീഷണലായിട്ട് വേറെ പീസിൽ നിന്ന് എടുത്ത് വെച്ച് കറക്റ്റ് അളന്ന് വെട്ടി. ഇപ്പോൾ ഒരു കാലിൻ്റെ എല്ലാ ഭാഗം തന്നെ കഴിഞ്ഞു എന്ന് പറയാം. പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇനി താഴത്ത് സാധാരണ നമ്മൾ തുണി വെട്ടുമ്പോൾ അതിൽ ഈ ഒരു പീസ് വെട്ടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, തുണി ഉണ്ടാവും. ഇപ്പോൾ തുണി ഇത്തിരി പോരാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് അവസാനം വെട്ടാം. ഇനി നമുക്ക് മറ്റേ പീസ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് വെച്ചിട്ട് അളന്ന് വെട്ടാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റേ പീസ് എടുത്ത് വെക്കാം. മറ്റേ പീസ് ഞാനിങ്ങനെ നിവർത്തി ഇട്ടു. ഇനി നമുക്കിതിൽ അളവെടുത്ത് വെട്ടണമെന്നില്ല. നമ്മൾ ആദ്യമേ അളവെടുത്ത് വെട്ടിയ ആ പീസ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇത് വെച്ചിട്ട് അത് വെട്ടിയെടുക്കാം. കറക്റ്റ് ലെവലിൽ ഇത് വെച്ച് കൊടുക്കാം. കറക്റ്റ് ലെവലായിരിക്കണം. കറക്റ്റ് ലെവലിൽ വെച്ചു കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറത്ത് വെച്ച് തന്നെ വെട്ടിയെടുക്കാം. നമുക്കിതിൻ്റെ മോൾ ഭാഗം കൂടി കറക്റ്റ് ലെവൽ ചെയ്ത് വെട്ടാം. അപ്പോൾ നമ്മുടെ കാലിൻ്റെ രണ്ട് പീസും നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. രണ്ട് പീസും നമ്മുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സീറ്റിൻ്റെ പീസ് വെട്ടിയെടുക്കാം. നമുക്കിനി നെക്സ്റ്റ് സീറ്റാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. സീറ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പീസിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സീറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് 02 അതായത് 02 സീറ്റ് ലെങ്ത് പ്ലസ് 2 ഇഞ്ച് 8 ഇഞ്ച് പ്ലസ് പിന്നെ സീറ്റ് വിഡ്ത്ത് പ്ലസ് 1 ഇഞ്ച് 22 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. അപ്പോൾ നമുക്കിപ്പോൾ ഈ തുണിയിൽ നിന്ന് 22 ഇഞ്ച് വീതിക്ക് ഇതിൻ്റെ നീളം 8 ഇഞ്ച് വേണം. നീളം 8 ഇഞ്ച്. അപ്പോൾ നമുക്കതിവിടെ മാർക്ക് ചെയ്യാം. പക്ഷേ ആ 8 ഇഞ്ച് നീളത്തിൽ നമുക്ക് 22 ഇഞ്ച് വീതിക്ക് ഈ തുണി പോരാണ്ട് വരും. ഇവിടെ 20 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പീസ് ക്രോസ് ആക്കിയിട്ട് വെട്ടിയിട്ട് ഇത് രണ്ടും കൂടി നമുക്ക്
ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് ഇതിനുള്ള തുണി നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ആദ്യം തന്നെ ഇത് ക്രോസ് ആക്കി വെട്ടിയിട്ട് ഈ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് തുണി ക്രോസ് ആയിട്ട് വെട്ടുകയാണ്. ഇപ്പോൾ ക്രോസ് അല്ല, ഇതിങ്ങനെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ക്രോസ് ആക്കി തുണി വെട്ടുകയാണ്. ക്രോസായിട്ട് ഏകദേശം ക്രോസായിട്ട് ഇപ്പോഴും തുണി വെട്ടി ഒന്നുകൂടി നമുക്ക് ക്രോസാക്കി വെട്ടാം. ക്രോസാക്കി തുണി വെട്ടി ഇനി അതുപോലെ തന്നെ ഇതും ക്രോസാക്കി വെട്ടാം. ഇത് രണ്ടും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതും ക്രോസാക്കി വെട്ടുകയാണ്. ക്രോസാക്കി ശരിക്കും ക്രോസാക്കി വെട്ടിയില്ലെങ്കിൽ തുണി ചുളുങ്ങിയിരിക്കും. നല്ലോണം ക്രോസാക്കി നമുക്കിത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ തുണി ഇങ്ങനെ കിട്ടും. രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി തുണി രണ്ടും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. തുണി എപ്പോഴും ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒന്ന് തുണി നമ്മൾ വെച്ച് നോക്കുക. ഇതിപ്പോൾ വെച്ച് നോക്കിയാൽ നമുക്കിത് അറിയാൻ പറ്റും. ഇത് ഒരേപോലെയാണ് ഈ തുണി വന്നിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കിയില്ലെങ്കിൽ തുണി നമ്മൾ അടിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് തുണി അടിച്ചെടുക്കാം. പക്ഷേ ഇത് തിരിച്ചെടുക്കുമ്പോൾ ഇത് ആകെ ഇങ്ങനെ ഇരിക്കും. തുണി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ എപ്പോഴും തുണി അടിക്കുമ്പോൾ ഈ 2 തുണിയുമായിട്ട് വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരേപോലെയാണ് തുണി ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് നല്ല വശങ്ങളും തമ്മിൽ നമുക്ക് അടിച്ചെടുക്കാം. ഒരേപോലെ തുണി ഇപ്പോൾ നമുക്ക് ഒരേപോലെ തുണി ഇങ്ങനെ കിട്ടും. നമുക്കിനി ഇത് ജോയിൻ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ തുണി തികയാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണിയിൽ തുണി കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ആവശ്യം വരില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു അടിപ്പിൻ്റെ ഒരു ആവശ്യം വരില്ല. പക്ഷേ തുണി കുറവായ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന വീഡിയോ വളരെ ഉപകാരപ്രദം. തുണിയുള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് തയ്ച്ചെടുക്കാം. തുണി പോരാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഇങ്ങനത്തെ ചില ടിപ്സൊക്കെ നമ്മൾ പുറത്തെടുക്കുന്നത്. പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിത് അളന്ന് സീറ്റ് ഭാഗം വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഭാഗവും ഇതേപോലെ അടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ സീറ്റ് വെട്ടുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തുണി മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വീതി ആദ്യം തന്നെ നമുക്ക് ഈ തുണി 2 ആക്കാം. ഇതിങ്ങനെ 2 ആക്കി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തുണി 2 ആക്കി കട്ട് ചെയ്യുകയാണ്. തുണി നമ്മൾ 2 ആക്കി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വീതി അളക്കാം. വീതി ഇതിൻ്റെ 22 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. 22 ഇഞ്ചിന് കൂടി നമുക്ക് 1 ഇഞ്ചും കൂടി കൂട്ടി 23 ഇഞ്ച് എടുക്കാം. നമുക്കിതിവിടെ ഇങ്ങനെ അളക്കാം. ഈ ഭാഗത്തു നിന്ന് അളക്കാം. ഇഞ്ച് നമ്മൾ അളന്ന് കട്ട് ചെയ്യുകയാണ്. കറക്റ്റ് 23 ഇഞ്ചുണ്ട്.
നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ നീളം 8 ഇഞ്ചാണ്. നമുക്കിനി 8 ഇഞ്ച് അളന്ന് വെട്ടാം. അതിന് മുമ്പ് തുണിയെ ഒന്ന് മടക്കിയിട്ടിട്ട് 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച്, അപ്പോൾ 10 ഇഞ്ചിൽ രേഖപ്പെടുത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. 10 ഇഞ്ച് കറക്റ്റ് ഇവിടെ 10 ഇഞ്ചുണ്ട്. നമുക്കത് ഒന്നുകൂടി ലെവൽ ചെയ്ത് കട്ട് ചെയ്യാം. 10 ഇഞ്ച് നമ്മൾ വെട്ടിയെടുത്തു. അപ്പോൾ സീറ്റിൻ്റെ തുണി നമുക്ക് സീറ്റിൻ്റെ പീസും 2 പീസ് സീറ്റും, അതായത് ഈ പോർഷനിൽ 2 പീസായിട്ട് നമ്മൾ വെട്ടിയെടുത്തു. പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും വെക്കാൻ വേണ്ടി 2 പീസ് സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുത്തു. അപ്പോൾ നിങ്ങൾ വെട്ടാൻ പോകുന്ന തുണി ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് ബാക്കി വന്ന പീസിൽ നിന്ന് നേരെ ഇങ്ങനത്തെ ഒരു പീസ് വെട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ തുണി തികയാത്ത ഒരു തുണി ആണെങ്കിലാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ. മിക്ക ചുരിബോട്ടും നമ്മൾ തയ്ക്കുമ്പോൾ അതിൽ തുണി കുറവായിരിക്കും. കൂടുതലുള്ള തുണി വളരെ റെയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തോരം ചുരുക്ക് വേണമെങ്കിലും ചുരുക്ക് അതനുസരിച്ച് കൂട്ടാം. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കുറച്ച് തുണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ചുരുക്കും കൂടുതൽ കിട്ടും. നമ്മുടെ ചുരിബോട്ടത്തിന് അത്രയും ഭംഗിയും, ചുരുക്ക് എന്തോരം കൂടുന്നോ അത്രയും ചുരിബോട്ടത്തിന് ഭംഗിയും കൂടും. അപ്പോൾ നമ്മുടെ ഈ സീറ്റ് പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻറ് പീസിൻ്റെ അടിയിലത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട് 2 പീസ് ഇതിൻ്റെ ബാക്കി ഇപ്പോൾ വേസ്റ്റ് കഷ്ണങ്ങൾ കുറേ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 2 പീസ് വെട്ടിയെടുക്കാം. 2 ചെറിയ പീസ് നമുക്കിതിൻ്റെ ഈ ഭാഗത്ത് വെട്ടിയെടുക്കാം. ആദ്യമേ തന്നെ ഒരു പാൻറ് നിവർത്തി വെക്കാം. ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ പീസ് നമുക്കിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു പീസും കൂടി നമുക്ക് അപ്പോൾ ഞാൻ ചുരിബോട്ടത്തിൻ്റെ എല്ലാ പീസും നിവർത്തി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇത് കാലിൻ്റെ പീസാണ്, ഇത് സീറ്റ് പീസ്. എല്ലാം അളവിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. താഴെ ഈ പോർഷനിൽ തുണിയും നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തു. അത് 2 പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ കുറച്ച് നീളത്തിൽ കുറച്ച് തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വള്ളി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജോയിൻ ചെയ്ത് വള്ളിയിൽ കയറ്റാം. സീറ്റ് പീസ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് അത് ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത്രയുമാണ് നമുക്കൊരു ചുരി ബോട്ടത്തിന് കട്ടിങ്ങിനുള്ള തുണികൾ. അപ്പോൾ ചുരി ബോട്ടം കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് ആണ്. ഈ കട്ടിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.